These extensive changes do central process of industrialization and modernization. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സാമ്പത്തികപരമായി, സാമൂഹികപരമായി, രാഷ്ട്രീയപരമായി ഒക്കെ പല മാറ്റങ്ങളും വന്നതുകൊണ്ടാണ് ഇത് എന്തായി മാറിയത്? ഇറ്റ്സ് എക്സ്റ്റെൻസീവ്, വലിയൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ചേഞ്ചസിലേക്ക് മാറിയതെന്നാണ് പറയുന്നത്. സെൻട്രൽ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലേ, വ്യാവസായികവൽക്കരണം എന്നാണ് അതിന് മലയാളം. ആൻഡ് മോഡേണൈസേഷൻ rather created a situation. Then it main hope because of the transformation of social, economic, cultural and political aspects life from philosophy, especially with church in dark ages, then modern society for human creativity and ഇതിൽ പറയുന്നത് ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയിലെ പുതിയ ചിന്താഗതികളാണ്. ഒരു ട്വിസ്റ്റ്. ഇത് പഴയ കാലത്ത് തന്നെ ജീവിക്കാൻ പറ്റില്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ പുതിയൊരു റിയൽ ലൈഫിലേക്ക് പോകും. പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ദെൻ എൻലൈറ്റ്മെൻറ്റ് പീരീഡ്, എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എൻലൈറ്റ്മെൻറ്റ് പീരീഡ്, അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രകാശപൂരിതമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ദ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് ഏജ് ഓഫ് റീസൺ വാസ് പീരീഡ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് വിച്ച് brought about significant changes in philosophical thought of Europe in 18th century. ഈ ഒരു മിസ് ഇപ്പോൾ വായിച്ച ഈ 3 വരിയാണ് നമ്മളെ വാട്ട് ഈസ് എൻലൈറ്റ്മെൻറ്റ്, വാട്ട് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്നുള്ള ചോദ്യത്തിന് ആൻസറും കൂടിയാണ് മിസ് ഇപ്പോൾ വായിച്ചത്. ദ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് വാസ് എ പീരീഡ് ഓഫ് intellectual development which brought about significant changes in philosophical thought and Europe in the 18th century. യൂറോപ്പിൽ 18ാം നൂറ്റാണ്ടിൽ വന്ന ബൗദ്ധികപരമായ ചേഞ്ചസും അതായത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഫിലോസഫിക്കൽ തോട്ട്, തത്വചിന്തകൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഭൗതികപരമായ ചിന്തകൾ ഉൾക്കൊണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് 19th സെഞ്ച്വറി കാലഘട്ടത്തെയാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് ചോദിച്ചാൽ ഡെഫിനേഷനാണ്. നമ്മളിതിന് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും, അത് നോക്കി നിങ്ങൾ എഴുതുക ഒക്കെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മെനി excessive ideas benefit related social life and overthrown respect during the period. The most prominent thinkers associated with enlightenment were French philosophers Montesquieu and Rousseau. നിങ്ങൾക്കറിയാം മോണ്ടസ്ക്യൂ, റൂസോ എന്ന് പറയുന്ന ഫിലോസഫേഴ്സാണ് ഫ്രാൻസിൽ ജീവിച്ചിരുന്നത്. അവരറിയാത്ത ഒരു സ്റ്റുഡൻസും, ഒരു ഹിസ്റ്ററി സ്റ്റുഡൻസും, അല്ലെങ്കിൽ നമ്മൾ 8th 7th മുതൽ തന്നെ ഉണ്ട്, 6th മുതൽ തന്നെ ഉണ്ട്. 6th ക്ലാസ്സിലും 7th 8th 9th 10th +1 +2 ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്ന ആ ഒരു കുട്ടികൾ, ആ ഒരു സബ്ജക്റ്റിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന 2 ആളുകളാണ് ഫ്രഞ്ച് റവല്യൂഷനിലെ റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. അത് റൂസോ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റിയെ പറ്റിയാണ്. സൊസൈറ്റിയിൽ താഴെയുള്ള ജനങ്ങളും അതായത് ഭരണകർത്താക്കളും ജനങ്ങളും തമ്മിലൊരു ഉടമ്പടി, എ കോൺട്രാക്ട്, അതായത് സോഷ്യൽ കോൺട്രാക്ട് എന്ന വേർഡിൻ്റെ മീനിങ് ആ ഒരു ബുക്ക് എഴുതിയത് റൂസോ ആണ്. അത് എന്താ പറയുക, അത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എസ്സേ എഴുതുമ്പോൾ അത് നിങ്ങൾ എഴുതണം. ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഇറ്റ്സ് എ ഫേമസ് ഫിലോസഫർ, ദാറ്റ്സ് നെയിം വാസ് റൂസോ. ദ ബുക്ക് ദ സോഷ്യൽ കോൺട്രാക്ട് റിട്ടൺ ബൈ റൂസോ. He said that in that book the relationship between then and the society, okay, the relationship between society and the constitution, okay, ഭരണഘടന ആൻഡ് ഭരണകർത്താക്കളും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം പറയുന്ന ആ ഒരു ബുക്കിൽ അതേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദ സയൻറ്റിഫിക് റവല്യൂഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. സയൻറ്റിഫിക് റവല്യൂഷനിൽ ഇമ്പോർട്ടൻസ് ആണ് അന്നത്തെ ദ തിങ്കിങ് ഓഫ് ചിന്തകൾ. സയൻറ്റിഫിക് റവല്യൂഷൻ, ദ റവല്യൂഷൻ ഓഫ് തിങ്കിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ടുവേർഡ്സ് മാൻ ആൻഡ് നേച്ചർ, പ്രകൃതിയും മനുഷ്യനുമായി ഉണ്ടായ ഒരു പ്രത്യേകതര ഒരു ബന്ധവും മനുഷ്യന് ചിന്ത, ഇതെങ്ങനെ അങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ച് ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നൊരു കാലഘട്ടം, അതാണ് ദ സയൻറ്റിഫിക് റവല്യൂഷൻ ഉണ്ടാവാനുള്ള കാലഘട്ടം. ദ സയൻറ്റിഫിക് റവല്യൂഷൻ വാസ് കോംപ്ലീറ്റ് റവല്യൂഷൻ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ കെപ്ലർ, ഗലീലിയോ, കെപ്ലർ, അല്ലേ. സയൻറ്റിഫിക് റവല്യൂഷന് ഇമ്പോർട്ടൻസ് ആയ ഫിലോസഫേഴ്സിൻ്റെ പേരുകളാണ് മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെപ്ലർ, ഗലീലിയോ ആൻഡ് ഡാർവിൻ തിയറി, എവല്യൂഷണറി തിയറി. ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി ഒക്കെ ആ സമയത്താണ് ഉണ്ടായത്. ആൻഡ് ദ ഡാർവിൻ്റെ സിദ്ധാന്തം,
ആൻഡ് ഡാർവിൻ പ്രൊവൈഡഡ് ദ ലെജിറ്റിമേറ്റ് സയൻറ്റിഫിക് പ്രൂഫ് ഓഫ് ഹ്യൂമൻ ബയോളജിക്കൽ എവല്യൂഷൻ. ബയോളജിക്കലി അല്ലേ, അതായത് നമ്മുടെ ബയോളജിക്കലി ഹ്യൂമൻ മനുഷ്യനുണ്ടായത് ഇവല്യൂഷൻ, മനുഷ്യൻ്റെ ഓരോരോ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങളും ഡാർവിൻ തിയറി പോലുള്ള അങ്ങനെ പല തിയറികൾ വന്നതും ഡാർവിൻ തിയറി വന്നതും ബയോളജിക്കൽ എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നാൽ അദ്ദേഹം ഈ സയൻറ്റിഫിക് റെവല്യൂഷൻസ് എന്നുള്ള ഇതിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. നമുക്കറിയാം പലതരം ഡിസ്കവറീസും നടന്നു ഇംഗ്ലണ്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ. ഈ റവല്യൂഷൻ വാസ് നോട്ട് സിംഗിൾ ഇവന്റ് development led to the transformation of western world from largely agrarian system into industrial one. അതായത് അഗ്രേറിയൻ കൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ കൾച്ചറിലേക്ക് മാറിയ ഒരു കാലഘട്ടം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അതാണ് ദ റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, റവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാണ് പറയുക, വ്യാവസായിക വിപ്ലവം എന്നാണ് എൻ്റെ മലയാളത്തിൽ പറയുന്നത്. Then it began around in 17th AD. England brought about great changes in social and economic life in people. Initially England, later spread of other countries. പിന്നെ അതെന്തായി, അതർ കൺട്രീസിൽ സ്പ്രെഡായി. അത് വന്നത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, കാർഷിക ജീവിതത്തിൽ നിന്നും വ്യാവസായിക ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ റെഫറൻസ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയും ഇമ്പാക്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ സൊസൈറ്റി. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സൊസൈറ്റിയിൽ വ്യാവസായികപരമായ മാറ്റം വരുമ്പോൾ പല മാറ്റങ്ങളും വരും. അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദെൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആൻഡ് ദെൻ മോർ ഷോപ്പിംഗ് കോംപ്ലക്സസ് ആൻഡ് ദ പെസൻസ് ആൻഡ് ന്യൂ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി found themselves with thousands of their people like winding cotton textile mill and open bride countryside. They were living in another. So അതായത് കോട്ടൺ മില്ലുകൾ, ഇൻഡസ്ട്രിയൽസ്, കുറേ കമ്പനീസുകൾ, ഇൻഷുറൻസ് ഓഫീസുകൾ, ബിസിനസ്സായിട്ട് കുറേ ധാരാളം കമ്പനീസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടൊരു സംഭവം പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു ചേഞ്ചസിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വികസനം ഉണ്ടായത്. ആ ഒരു വികസന കാലഘട്ടത്തിലാണ് കുറേ മില്ലുകൾ വന്നു. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പല ബിസിനസ് മേഖലകളൊക്കെ വമ്പിച്ച ഡെവലപ്മെൻറ്റ് വന്നു. ഇതെല്ലാമാണ് ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത് ഇംഗ്ലണ്ടിലാണ്, മറന്നു പോകരുത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും, ഇംഗ്ലണ്ടിലാണ് നടന്നത്. ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറിയാണ്. സോഷ്യോളജിക്കൽ തിയറിയുടെ വരവ്, എൻട്രി, ആ ഒരു എങ്ങനെയാണ് ഉയർന്നു വന്ന ദ റൈസ് ഓഫ് ഉയർച്ച എങ്ങനെയാണ് ഉയർന്നു വന്നത്, ഇങ്ങനെ ഒരു തിങ്കിങ് എങ്ങനെയാണ് വന്നത്. Then as we saw the beginning, the time sociology was shaping up the subject, intellectual ferment was being witnessed in Europe in enlightenment. This was period of remarkable intellectual development and philosophical thought. നമ്മൾ റിപ്പീറ്റ് ചെയ്തതിൽ പറയുന്ന ഒരു കാര്യം ഇൻ്റലക്ച്വൽ തോട്ട് അല്ലേ. ഇൻ്റലക്ച്വൽ തോട്ടാണ് എല്ലാത്തിനും the basic of all changes in our Europe and another in world എന്ന് തന്നെ പറയാം. It's because of the intellectual thought of philosophers. ഇൻ്റലക്ച്വൽ തോട്ട്, ഭൗതികപരമായ ചിന്തകളാണ് പല മാറ്റങ്ങൾക്കും കാരണമായത്. അത് തന്നെയാണ് സോഷ്യോളജിക്കലി തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യോളജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ CW മിൽസിനും ബൗമൻ എന്ന് പറയുന്ന ഫിലോസഫി തിങ്കിങ്ങിലൊക്കെയാണ്. അതൊക്കെ ഇൻ്റലക്ച്വൽ തിങ്കിങ് തന്നെയാണ്. ഏത് ടൈപ്പ് ഓഫ് തിങ്കിങ് തന്നെയാണെങ്കിലും എല്ലാത്തും ബേസിക്കലി ഇറ്റ്സ് എ ഇൻ്റലക്ച്വൽ തിങ്കിങ്. ഓക്കെ, നെക്സ്റ്റ് ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി, അതും ഒരു ഇൻ്റലക്ച്വൽ തിങ്കിങ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതിൽ റിയാക്ഷൻ ഓഫ് എൻലൈറ്റ്മെൻറ്റ്, ദെൻ conservative reaction enlightenment and however the influence of enlightenment of sociological theory was not much direct positive and indirect negative. In fact, conservative reaction of enlightenment also Joseph and Maestri contributed as much of development sociology as scholars who were influenced by enlightenment കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത, അതായത് നമ്മൾ സ്വാധീനിച്ച കുറേ ആളുകളെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഡി ബൊണാൾഡ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് ചേഞ്ചസ് വരാൻ കാരണമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ.